തമിഴ് നടൻ വിജയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയെടുത്ത് തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി 7 മണിക്കാണ് സംഭവം. തമിഴ്നാട്ടിലെ കരൂരിലാണ് വിജയ് എത്തിയത്. കരൂരിൽ വിജയുടെ പ്രസംഗം കേൾക്കാൻ ഉച്ചയ്ക്ക് 12 മണി മുതൽ ആൾക്കാരെത്തി. 12 മണി കഴിഞ്ഞ് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിജയ് എത്തിയപ്പം വൈകിട്ട് 7 മണിയായി. അവിടുത്തെ വിജയുടെ തമിഴകം വെട്രിക്കഴകത്തിൻ്റെ പ്രാദേശിക നേതാവ് പോലീസിൽ അറിയിച്ചത് 10,000-15,000 പേര് അവിടെ ഉണ്ടാവും. അത് കണക്കാക്കിയാണ് പോലീസ് നിന്നത്. പക്ഷേ പോലീസ് പ്രതീക്ഷിച്ചാലും കൂടുതൽ 1.5 ലക്ഷത്തോളം ആൾക്കാർ അവിടെ കൂടിയതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഉച്ചയ്ക്ക് 12 മണിക്ക് അത്ര ആൾക്കാർ എത്തിക്കഴിഞ്ഞു. നട്ടുച്ച വെയിലാണ്. പലർക്കും വെള്ളം ലഭിച്ചില്ല, ദാഹം ഉണ്ടായി. അവർക്ക് സമയത്ത് വെള്ളം കിട്ടാതെ അതുങ്ങൾ വലഞ്ഞു. ആ വിജയെ കാണാനുള്ള പ്രതീക്ഷയിൽ അവരെല്ലാം അവിടെ തന്നെ നിന്നു. തിക്കും തിരക്കും കൂടി 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വന്നു ചേർന്നു. വിജയ് എത്തിയപ്പം 7 മണിയായി രാത്രി. 12 മണി മുതൽ ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. വിജയ് നാമക്കൽ വഴിയാണ് വന്നത്. നാമക്കല്ലിൽ ഉച്ചയ്ക്ക് അദ്ദേഹം എത്തി. 12 മണിയായപ്പം നാമക്കല്ലിൽ എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. നാമക്കല്ലിൽ നിന്ന് കരൂരേക്ക് 34 കിലോമീറ്റർ ഉണ്ട്. 34 കിലോമീറ്റർ എങ്ങനെയായാലും അരമണിക്കൂർ. 12:30 1 മണിക്ക് മുമ്പ് കരൂർ വിജയ് എത്തും എന്നായിരുന്നു കണക്കൂട്ടൽ. വിജയുടെയും കണക്കൂട്ടൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 34 കിലോമീറ്റർ നാമക്കല്ലിൽ നിന്ന് അവിടെ കരൂരെത്താൻ 6-7 മണിക്കൂർ എടുത്തു. റോഡ് നിറയെ ജനബാഹുല്യം. തമിഴ്നാട്ടിൽ വിജയെ കാണാനും ആ നടനെ സ്വീകരിക്കാനും ആ നടൻ്റെ രാഷ്ട്രീയത്തിൽ ചേരാനും ആബാലവൃത്തം ജനങ്ങൾ, കുട്ടികളുമായിട്ട് അമ്മമാരും കോളേജ് വിദ്യാർത്ഥികളും എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ 1-2 സംഭവങ്ങൾ വിജയ് വരുന്നിടത്തുണ്ടായി. 1-2 പേരെ കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇവിടെ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ ആൾക്കാർ, 1.5 ലക്ഷത്തിനടുത്ത ആൾക്കാർ. പക്ഷേ നമ്മൾ ആ ക്രൗഡ് നോക്കുമ്പം, ഏരിയൽ വ്യൂ കാണുമ്പോൾ 1.5 ലക്ഷമൊന്നും അല്ല, അതിൽ കൂടുതൽ ആൾക്കാർ വന്ന് ചേർന്നിരിക്കുന്നു. ഇവിടെ പോലീസിൻ്റെ കണക്കൂട്ടൽ പാളി. അവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഫെയിലിയറാണ്. അതിന് വിജയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഒരു ഒരു നടനാണ്, അറിയപ്പെടുന്ന നടനാണ്. രണ്ടാമത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയെ കാണാനും വിജയൻ്റെ പാർട്ടിയിൽ ചേരാനും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു ചേരുന്ന കാഴ്ച. തമിഴകത്തിൻ്റെ കറപ്ഷൻ, അവിടുത്തെ അഴിമതി കൊണ്ട് ജനങ്ങൾ മടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ കാണാൻ എത്തിയ സ്ഥലത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രാത്രി 7 മണിയോടുകൂടി 39 പേർ അവിടെ കൊല്ലപ്പെട്ടെന്നാണ്. അതിനകത്ത് 17 പുരുഷന്മാരും 13 സ്ത്രീകളും 9 കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. അതിദാരുണമായ സംഭവമാണ്. തമിഴ്നാട് ഞെട്ടി, ഇന്ത്യ മുഴുവൻ ഞെട്ടി. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിൽ ഇതുപോലൊരു തള്ളും തിരക്കും വളരെ ചുരുക്കമാണ്. പക്ഷേ നമുക്ക് നോർത്ത് ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ അമ്പലങ്ങളിലെ തിരക്ക്, സന്യാസിമാരുടെ അടുത്തുള്ള തിരക്കുകൾ, ബാബാമാരുടെ അടുത്തുള്ള തിരക്കുകൾ, അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ അടുത്ത കാലം വരെ ഇന്ത്യയിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിലും കർണാടകയിലും UP-യിലും ഡൽഹിയിലും ബീഹാറിലുമൊക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണാനും അവിടെ വന്നു ചേരാനും തിക്കിലും തിരക്കപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കണം 39 പേർ കൊല്ലപ്പെട്ടത്. ഇത് പോലീസിൻ്റെ തീർച്ചയായിട്ടും അവരുടെ വസ്തുതകൾ, ഫാക്റ്റുകൾ അത് നിശ്ചയിക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഈ നടൻ ഈ സംഭവത്തോടു കൂടി അവിടെ നിന്ന് അദ്ദേഹം നേരെ പോയി ചെന്നൈക്ക് പോയി തൻ്റെ വസതിയിൽ, തൻ്റെ മുറിക്കുള്ളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണ്. രാത്രി 11:30 മണിക്ക് അദ്ദേഹം ചെന്നൈയിലെത്തിയതായിട്ടാണ് വാർത്ത വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ തമിഴ്നാട് ഗവൺമെൻറ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞു. DGP ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കരൂരിലെ റാഷ നെഗ്ലിജൻറ്റിന് കേസെടുത്തിട്ടുണ്ട്. അതിനകത്ത്
അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം. വിജയയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിജയയുടെ പാർട്ടിക്ക് ആൾ കൂടും എന്നൊരു ധാരണ ഇപ്പോഴത്തെ ഭരിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റിന് കാലതാമസം ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല. ഒരു നടൻ പ്രസംഗിക്കാൻ വരുന്നിടത്ത് തീർച്ചയായിട്ടും ഏത് പാർട്ടിയിലായാലും ശരി, ഭരിക്കുന്ന പാർട്ടി അവിടെ അതിന് പോലീസ് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. അവിടെ തമിഴ്നാട് പോലീസ് പരാജയപ്പെട്ടു. കാരണം അവരുടെ ഇൻ്റലിജൻസും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്ര വലിയ മരണം ഉണ്ടായത്. 12 മണിക്ക് വരുന്ന നടൻ, അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വഴിക്കെല്ലാം സ്വീകരണങ്ങൾ വന്നതുകൊണ്ടാണ്. നാമക്കല്ലുണ്ടായ സ്വീകരണം അവിടെ മുതൽ 34 കിലോമീറ്റർ സ്വീകരണം തന്നെയായിരുന്നു. ആൾക്കാർ വഴി നിറഞ്ഞു നിന്ന് ബ്ലോക്ക് ചെയ്താൽ അദ്ദേഹം എന്ത് ചെയ്യും? ഏതായാലും വിജയുടെ ആ ആൾക്കൂട്ടത്തിൽ ഇത്ര മരണം ഉണ്ടായ അദ്ദേഹം അതീവ ദുഃഖാവിതനാണ്. അദ്ദേഹത്തിന് മനസ്സ്, അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്. അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മുറിയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇതൊരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടാകുമെന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അത് പക്വതയില്ലാത്ത ഒരു തീരുമാനമായിരുന്നു ആ മീറ്റിംഗ് എന്ന് പറയപ്പെടുന്നു. കാരണം വിജയ് എന്ന നടന് എവിടെ ചെന്നാലും രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിലും ആൾ കൂടുമെന്നറിയാം. അങ്ങനെ കൂടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഇപ്പോൾ വിജയ്. തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പാർട്ടിയിലുള്ള എടപ്പാടി പളനിസ്വാമിയും ആ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ സംഭവ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ നേതാക്കന്മാരും സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും 111 പേരോളം പരിക്കേറ്റ് കിടപ്പുണ്ട്. 39 പേര് മരിച്ചതിൽ 32 പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തി ആ ബോഡി വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി 7 പേരുടെ പോസ്റ്റ്മോർട്ടം നടക്കാനുണ്ട്. അതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ 111 പേരും പരിക്കേറ്റവരുടെ അടുത്തും അവരുടെ ബന്ധുക്കളും എത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ വന്നു ചേർന്ന ഒരു കുടുംബത്തിലെ അതിൻ്റെ അപ്പനും അമ്മയും 2 കൊച്ചുകുട്ടികളും, അവരിലെ 3 പേര്, ഭാര്യയും 2 കൊച്ചുകുട്ടികളും മരണപ്പെട്ടു തിക്കിലും തിരക്കിൽ. അവരുടെ ഭർത്താവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അവർ മരണപ്പെട്ട ആൾക്കാർ അവർ വിശ്വനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെ, കരൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ വിശ്വനാഥപുരത്ത് അവരൊരു ബിരിയാണിക്കട നടത്തുകയാണ് ആ കുടുംബം. ഭർത്താവ് ആനന്ദും ഭാര്യ ഹേമലതയും 2 കുഞ്ഞു കുട്ടികളുമാണ് ആ ബിരിയാണിക്കടയിൽ താമസിക്കുന്നത്. വിജയ് വരുന്നത് പ്രമാണിച്ച് ഇവർ സന്തോഷത്തോടെ അവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള കരൂരെത്തി. തിക്കിലും തിരക്കിൽപ്പെട്ട അമ്മയും 2 കുട്ടികളും മരണപ്പെട്ടു. പരിക്കുകളുടെ ഭർത്താവ് ആനന്ദൻ രക്ഷപ്പെട്ടു. അവരുടെ മൃതദേഹം അവരുടെ നാട്ടിൽ കൊണ്ടുവന്ന് പള്ളിയിൽ അടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വളരെ വേദനാജനകരമായ സീനുകളായിരുന്നു അതൊക്കെ. എന്തായാലും അതുപോലെ തന്നെ ഒരു പ്രസ്തുത വരനും വധുവും ഈ തിക്കിലും തിരക്കപ്പെട്ടു കൊല്ലപ്പെട്ടു. അങ്ങനെ വളരെയധികം വിഷമതകൾ നമുക്കൊക്കെ ഉണ്ടാക്കുന്ന പല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയെ കാണാനെത്തിയവർക്ക് ഇതുപോലെയുള്ള ഒരു ദുര്യോഗം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. പോലീസിൻ്റെ ഭാഗത്തുള്ള വൻ വീഴ്ചയെന്ന് എനിക്കിതിന് പറയാനൊക്കുള്ളൂ. കാരണം ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആരായാലും ശരി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്നു, ഏതെങ്കിലും മന്ത്രിമാർ വരുന്നു, അവിടെ വരാൻ സാധ്യതയുള്ള ജനക്കൂട്ടം, അതേപ്പറ്റി ഇൻ്റലിജൻസ് നേരത്തെ റിപ്പോർട്ട് കൊടുക്കും. അവർ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റു പലരെയും കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കണക്കുകൾ എടുക്കുന്നത്. അപ്പം തമിഴ്നാട്ടിൽ ഇപ്പം കരൂരുണ്ടായ സമയം 10,000 പേരുടെ മീറ്റിങ്ങിന് അപേക്ഷ കൊടുത്തപ്പം ആ മീറ്റിങ്ങിന് എത്ര പേര് വന്നു ചേരുന്ന പാർട്ടിക്കാരല്ല, ഇൻ്റലിജൻസുകാർ അവർ കണക്കെടുക്കണം. പ്രത്യേകിച്ച് വിജയ് എവിടെ ചെന്നാലും ആൾ കൂടുന്നത് തമിഴ്നാട് പോലീസിനറിയാം. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ ഫെയിലിയർ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെ. ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടെങ്കിലും അതിൻ്റെ ഫൈൻഡിങ് വരാൻ സമയമെടുക്കും. അതേ സമയത്ത് വിജയ് ഇതിനകത്ത് കുറ്റക്കാരനാണോ ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം തമിഴ്നാട് ഗവൺമെൻറ് ആലോചിച്ച് വരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും വിജയ് ഒരു പക്വതയില്ലാത്തൊരു നീക്കമാണ് നടത്തിയത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഉപദേശകർ ഇങ്ങനെയുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അപകടം ഉണ്ടാകുമെന്ന് ഉപദേശം കൊടുത്തില്ല എന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക്
എത്ര ആൾ വരും എന്നൊക്കെ ഏകദേശം ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു കണക്കേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അങ്ങനെ ഉപദേശം കൊടുക്കാൻ ആരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇല്ലായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഹൃദയവേദനയോടെ കൂടെ വിജയ ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവിടെ ഇന്നലെ രാത്രി 11:30 അദ്ദേഹം അവിടെ എത്തി. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ല, മുറിയിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും അഡീഷണൽ ഫോഴ്സുകൾ കൊടുത്തു കഴിഞ്ഞു. കാരണം അക്രമം വല്ലതും ഉണ്ടാകാനുള്ള സാധ്യത, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യത, അതൊക്കെ കണക്കാക്കി അവിടെ കൃത്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തും കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിൻ്റെ പേരിലുള്ള ആരോപണത്തെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു നെഗ്ലിജൻസാണ്, പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. എത്ര ആൾ വരും എന്നുള്ള കണക്കൂട്ടൽ പോലീസ് എത്തിയിട്ട് അതനുസരിച്ചുള്ള ആംബുലൻസ്, അതിനനുസരിച്ചുള്ള പോലീസ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ അവിടെ പോലീസുകാർ വളരെ കുറവായിരുന്നു. രണ്ടാമത് ഒരു ആംബുലൻസ് പോലും ആ സ്ഥലത്തേക്ക് വരാൻ കഴിയാതെ പോയി. കാരണം ജനക്കൂട്ടം റോഡ് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് സ്ഥലത്ത് വിജയ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ഹെവി വെഹിക്കിളിൻ്റെ മുകളിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. കാരണം സ്റ്റേജ് കിട്ടി വരുന്നിടത്തൊക്കെ നേരത്തെ അദ്ദേഹം നടത്തിയതെടുത്ത് വലിയധികം പണച്ചെലവുകളും വളരെ ലക്ഷക്കണക്കിന് രൂപയും അവിടെ നേരത്തെ നടത്തിയ മീറ്റിങ്ങിൽ കണ്ടു. രൂപ ചിലവാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ഹെവി വെഹിക്കിളിൻ്റെ മുകളിൽ ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കി അവിടെ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ നേരത്തേക്ക് അവരുടെ കൊടിയുടെ ചില നാമ്പുകൾ അല്ലെ കൊടിയുടെ ചില തുണിയുടെ കഷ്ണങ്ങൾ ഇതൊക്കെ വലിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ട് എറിയുന്നതും കണ്ടു. അദ്ദേഹം അത് സ്വീകരിക്കുകയും അത് പെറുക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്കാർ പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതും കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊടിയുടെ ഒരു റിബണാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു ജനക്കൂട്ടം അവിടുത്തെ പോലീസ് പ്രതീക്ഷിച്ചില്ല. അവരുടെ ഭാഗത്ത് വീഴ്ചയാണ്, അത് പോലീസിൻ്റെ വീഴ്ചയാണ്. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങളും ഒക്കെ അവിടെ ചെയ്തു കൊടുക്കണമായിരുന്നു. ആംബുലൻസ് ജനത്തിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ തന്നെ കഴിയുന്നില്ല. 12 മണി മുതൽ ഏകദേശം 1.5 ലക്ഷം ജനങ്ങൾ റോഡ് തിങ്ങി നിറഞ്ഞ് നിന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടായ. പലരും വെള്ളം കിട്ടാതെ കുഴഞ്ഞു വീണു. അവർ ആശുപത്രി ചിലപ്പം മരണപ്പെട്ടു. അതിനിടയ്ക്ക് തിക്കും തിരക്കപ്പെട്ട് പലരും ചവിട്ടിക്കയറി പോയി അവരുടെ പുറത്തുകൂടെ. എന്തായാലും ഒരു പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പോലീസിൻ്റെ ഭാഗത്തുള്ള വൻ വീഴ്ചയുണ്ട്. പക്ഷേ വിജയുടെ തമിഴകം വെട്രി കഴകത്തിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലീസിനെ അവർക്ക് വരാൻ സാധ്യതയുള്ള ജനങ്ങളുടെ കണക്കെത്തിക്കണം. അവർ 15,000 പേര് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ കണക്ക് ശരിയായിരുന്നില്ല. വിജയ് എവിടെ ചെന്നാലും തമിഴ്നാട്ടിലെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ആൾക്കൂട്ടം നമ്മൾ നേരത്തെ മുതൽ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് പോലീസ് ഇതിന് സെക്യൂരിറ്റി കൊടുത്തത്. അത് തന്നെയല്ല, പോലീസ് നേരത്തെ പല സ്ഥലങ്ങളും നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കരൂരിലെ ഇപ്പോഴത്തെ ഈ മീറ്റിംഗ് സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം. അവിടെ ആൾക്കൂട്ടം മുഴുവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം അല്ല അവിടെ ആൾ കൂടിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ വന്നു ചേർന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ വാഹനത്തിൻ്റെ ഇരുവശത്തുള്ള റോഡ് മുഴുവൻ ഏകദേശം 1/2 കിലോമീറ്ററോളം 2 വശങ്ങളിലോളം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലുണ്ടായ ഈ ദുര്യോഗത്തിൽ പ്രൈം വിറ്റ്നസിൻ്റെ എല്ലാ ദുഃഖങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. മരണപ്പെട്ട വീടുകളുടെ അവരുടെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലുള്ള ഈ സംഭവം നമ്മുടെ മലയാളികൾ ധാരാളമുള്ള തമിഴ്നാട്ടിൽ, കേരളത്തിലും ഏകദേശം തമിഴിലും കേരളീയരും തമ്മിൽ വലിയധികം സാഹോദര്യ ബന്ധം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിലുണ്ടായ ഈ അപകടം തീർച്ചയായിട്ടും കേരളത്തിലുള്ള ജനങ്ങൾക്കും ദുഃഖം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വിജയുടെ ഇനി ഭാവിയിലുള്ള പരിപാടികളിൽ ആൾക്കൂട്ടത്തിൻ്റെ കണക്കുകൾ പോലീസ് കൃത്യമായി ഏകദേശ ധാരണയിലെത്തണം. മറ്റൊന്ന്, ആവശ്യത്തിനുള്ള ആംബുലൻസ് എത്തിക്കണം. ആ സ്ഥലങ്ങളിലുള്ള മീറ്റിങ്ങുകളിൽ രാഷ്ട്രീയക്കാരെടുത്ത് പറഞ്ഞാൽ വെള്ളം കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളും അവിടെ വന്നു ചേരുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ, കുപ്പികൾ വിതരണം ചെയ്തിരുന്നെങ്കിൽ പല ആൾക്കാരും രക്ഷപ്പെടുമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരും തളർന്ന്, കുട്ടികളൊക്കെ വെള്ളം കിട്ടാതെ തളർന്ന് വീഴും ആണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്.